നിങ്ങളുടെ ഫോൺ സേഫാണ്. നിങ്ങൾ പോലും അറിയാതെ ആരെങ്കിലും ഫോണിലെ ക്യാമറ യൂസ് ചെയ്ത് സ്പൈ ചെയ്യുകയാണെങ്കിലോ അത് നിങ്ങൾ ചെയ്ത ഒരു തെറ്റ് കാരണം ഈ വീഡിയോയിലൂടെ ഒരു ഫോണിലെ ക്യാമറ എങ്ങനെ ഒരു ഹാക്കേഴ്സ് ആക്സസ് ചെയ്യും അത് നോക്കാം. അതിനുവേണ്ടി ഒരു ടൂൾ ഡൗൺലോഡ് ചെയ്യണം. ഗിറ്റ്ഹബിൽ നിന്നും ക്യാംഫിഷ് എന്ന ടൂളാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ക്യാംഫിഷ് എന്ന് വെച്ചാൽ ടാർഗറ്റ് മെഷീനിൽ നിന്ന് ക്യാമറ ഷോട്ട്സ് അറ്റാക്കർ മെഷീനിലേക്ക് സെൻഡ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഫോർ എക്സാമ്പിൾ, ഈ ടൂൾ യൂസ് ചെയ്ത് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യും. ആ ലിങ്ക് ടാർഗറ്റ് മെഷീനിലേക്ക് സെൻഡ് ചെയ്ത് ആ ലിങ്കിൽ വിക്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാമറ ആക്സസ് ചോദിക്കും. വിക്ടം പെർമിഷൻ അലോ കൊടുത്താൽ ടാർഗറ്റിന്റെ ഫോണിലെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെയോ ക്യാമറ ഷോട്ട്സ് നമുക്ക് സെൻഡ് ചെയ്ത് തരും. അതാണ് ക്യാംഫിഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഫിഷിംഗ് ടെക്നിക്കാണ്. റിയൽ വേൾഡിലാണെങ്കിൽ സൈബർ ക്രിമിനൽസ് സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴിയായിരിക്കും ഇത് ചെയ്യുക. പറഞ്ഞ് വിക്ടമിനെ പറ്റിച്ച് ഇതുപോലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യിപ്പിച്ച് അവരുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ റിവീൽ ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ക്യാമറ ഷോട്ട്സ് ആക്സസ് ചെയ്യുകയോ ചെയ്യും. ഓക്കെ, ഇനി കാളി ലിനക്സിൽ ഈ ടൂൾ ഡൗൺലോഡ് ചെയ്യണം. അതിനുവേണ്ടി ഫസ്റ്റ് ലിങ്ക് കോപ്പി ചെയ്തിട്ട് ടെർമിനലിൽ ഗിറ്റ് ക്ലോൺ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ലിങ്ക് കൊടുക്കുക. എൻ്റർ അടിച്ചാൽ ഈ ടൂൾ ഡൗൺലോഡ് ആയത് കാണാം. ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ ക്യാംഫിഷ് എന്ന ടൂൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി അതിന്റെ ഉള്ളിൽ പോയി നോക്കാം. ഇവിടെ ക്യാംഫിഷ് എന്ന ഫയൽ കാണാം, camfish.sh എന്ന് പറഞ്ഞിട്ട്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഈ ടൂൾ റൺ ചെയ്യുന്നത്. ഇവിടെ ലൈവ്, YTTV, ഓൺലൈൻ മീറ്റിംഗ്, ഫെസ്റ്റിവൽ വിഷസ് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് കാണാം. അതെന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം. ഇനി ഈ ടൂൾ റൺ ചെയ്യാൻ വേണ്ടി camfish.sh എന്ന് ടൈപ്പ് ചെയ്താൽ ഇത് റണ്ണായത് കാണാം. ഇവിടെ ടണൽ സെർവർ ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് ടണലിംഗ് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഉള്ളത് ഒരു ലോക്കൽ നെറ്റ്വർക്കിലാണ്. അതായത് ഒരു ഓഫീസിലെ നെറ്റ്വർക്കോ അല്ലെങ്കിൽ വീട്ടിലെ നെറ്റ്വർക്കാണ്. അതൊരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ആയിരിക്കും. ഇതിലൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആർക്കെങ്കിലും ഈ ലിങ്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഈ ലിങ്ക് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ആയതുകൊണ്ടാണ്. ഇത് പബ്ലിക്കലി ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ടണലിംഗ് യൂസ് ചെയ്യുന്നത്. അതായത് ലോക്കൽ ഡിവൈസിലുള്ള ഡാറ്റയോ ഫയൽസോ എന്തെങ്കിലും പബ്ലിക്കലി ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ടണലിംഗ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഈ എൻകോർക്കോ അല്ലെങ്കിൽ ക്ലൗഡ്ഫെയർ ടണലിംഗ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എൻകോർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ക്ലൗഡ്ഫെയർ ടണലിംഗ് ആണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ 2 ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതാണ് അപ്പോഴേ കണ്ടത്. ഇതിലുള്ള ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് വിക്ടിമിനെ ട്രിക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു റിയൽ സോഴ്സിൽ നിന്നാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി. ഇവിടെ ഫെസ്റ്റിവൽ വിഷിംഗ് കൊടുത്താൽ വിക്ടിമിനെ വിഷ് ചെയ്യാണെന്ന് അവർ വിചാരിക്കും. അല്ലെങ്കിൽ യൂട്യൂബ് TV ടെംപ്ലേറ്റ് സെലക്ട് ചെയ്താൽ അതൊരു യൂട്യൂബ് വീഡിയോ ആണെന്ന് യൂസറിനെ നമുക്ക് ട്രിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ ടെംപ്ലേറ്റ് അതിന് യൂസ് ചെയ്യാൻ പറയുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ലൈവ് യൂട്യൂബ് TV ആണ്. പിന്നെ ഇവിടെ ഒരു ചാനൽ നെയിം കൊടുക്കാൻ പറയുന്നുണ്ട്. അത് എന്തെങ്കിലും ജസ്റ്റ് ഒരു നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതും കൂടി കൊടുത്താൽ ഇത് ഫുള്ള് സെറ്റായി. പിന്നെ ഇവിടെ നോക്കിയാൽ ഒരു PHP സെർവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലൗഡ്ഫെയർ യൂസ് ചെയ്ത് ഒരു ടണലിങ്ങും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇനി ഈ ലിങ്ക് ഫോണിലേക്ക് സെൻഡ് ചെയ്ത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി ആൻഡ്രോയിഡ് എമുലേറ്ററിൽ ക്രോം ഓപ്പൺ ചെയ്ത് ഈ ലിങ്ക് അതിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അത് എൻ്റർ അടിച്ച ശേഷം ഇവിടെ നോക്കിയാൽ ടെർമിനലിൽ നോക്കിയാൽ ടാർഗറ്റ് ഓപ്പൺ ലിങ്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ടാർഗറ്റ് നമ്മുടെ സിസ്റ്റത്തിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ആൻഡ്രോയിഡ് എമുലേറ്ററിൽ ക്യാമറ ആക്സസ് ചോദിക്കുന്നുണ്ട്. അത് അലോ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ക്യാമറ ഫയൽ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് കുറേ ഫയൽസ് സെൻഡ് ആവുന്നുണ്ട്. ടാർഗറ്റ് മെഷീൻ്റെ ക്യാമറ ആക്സസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓരോ ഫോട്ടോസും നമുക്ക് സെൻഡ് ചെയ്ത് തരികയാണ് ഇവിടെ. എക്സിറ്റ് ആയിട്ട് ക്യാംഫിഷ് ഫോൾഡറിൽ നോക്കിയാൽ ഇവിടെ നമുക്ക് കിട്ടിയ എല്ലാ ഫോട്ടോസും കാണാം. ഇത് എമുലേറ്ററിൽ റൺ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഒരു ഫോണിൽ റൺ ചെയ്താൽ ക്യാമറയിലെ ഫോട്ടോസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഫോട്ടോസ് ഈ ടൂൾ യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാൻ പറ്റും ഫോണിലത്തെ. ഓക്കെ, ഇനി ഇതുപോലുള്ള അറ്റാക്കിൽ നിന്ന് സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ലിങ്ക് സെൻഡ് ചെയ്തു എന്ന് വെച്ചാൽ ഒരിക്കലും വെരിഫൈ ചെയ്യാതെ അതിൽ ഓപ്പൺ ചെയ്ത് നോക്കരുത്. പിന്നെ അതിൽ പെർമിഷൻസ് ചോദിക്കുകയാണെങ്കിൽ ട്രസ്റ്റഡ് ആയ വെബ്സൈറ്റിൽ മാത്രം ക്യാമറ, മൈക്രോഫോൺ പോലുള്ള ആക്സസ് കൊടുക്കുക. ഇവിടെ ഈ ക്യാമറ ആക്സസ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് കാളി ലിനക്സിൽ ഫോട്ടോസ് സെൻഡ് ചെയ്തത്. അല്ലെങ്കിൽ അതിൽ സെൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം നമ്മളിപ്പോൾ കൊടുത്ത പെർമിഷൻ കൊണ്ടാണ് ഇവിടെ ആക്സസ് കിട്ടിയത്. ഇല്ലെങ്കിൽ അത് കിട്ടില്ലായിരിക്കും. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ പെർമിഷൻസ് കൊടുക്കുമ്പോൾ അത് എപ്പോഴും ട്രസ്റ്റഡ് ആയ വെബ്സൈറ്റിൽ മാത്രം ആക്സസ് കൊടുക്കുക, അല്ലെങ്കിൽ ആ പെർമിഷൻ ഡിനൈ കൊടുക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഇതുപോലുള്ള അറ്റാക്ക് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ മറ്റൊരാളുടെ ഡിവൈസിൽ പെർമിഷൻ ഇല്ലാതെ ട്രൈ ചെയ്യരുത്. സ്വന്തം ഡിവൈസിലോ അല്ലെങ്കിൽ എമുലേറ്റർ യൂസ് ചെയ്ത് മാത്രം ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. സൈബർ സെക്യൂരിറ്റിയോ എത്തിക്കൽ ഹാക്കിങ്ങോ പഠിക്കുന്നവർ ഒരാളുടെ ഡാറ്റയോ പ്രൈവസിയോ വെച്ച് ഒരിക്കലും കളിക്കരുത്. അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. ആ ഒരു മെൻറ്റാലിറ്റിയിൽ വെച്ച് മാത്രം പഠിക്കാൻ ശ്രമിക്കുക. ആരും മറ്റൊരാളുടെ ഡിവൈസിൽ ട്രൈ ചെയ്യില്ല എന്ന് വിചാരിക്കുക.